Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ഇനി കൺഫ്യൂഷനേ വേണ്ട, ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. Sponsored by Iconic Investing. Co-powered by Global Laboratories. Co-presents Wisdom Education, Sharjah and Abu Dhabi. എല്ലാം തകർന്നു നിൽക്കുമ്പോഴും കൈവിടാത്ത ഒരു വിശ്വാസമുണ്ട്. ഇനി എല്ലാം ശരിയാകും, എല്ലാം നേരെയാകും എന്ന ഒരു പ്രതീക്ഷ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അടുത്തറിയാവുന്ന ഈ സെഗ്മെൻറ്റിൽ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ 23 വർഷക്കാലമായി ദുബായിൽ വളരെ സക്സസ്ഫുള്ളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽനീഫ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ പൊന്നൂസ് മാത്യു സാറിനെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് പൊന്നൂസ് മാത്യു. ഉമ്മൽകോയിനിൽ അൽനീഫ കോൺട്രാക്റ്റിംഗ് കമ്പനി റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. 2002 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഉമ്മൽകോയിൻ, ഷാർജ, റാസക്കൈമ എന്നീ 3 എമിറേറ്റ്സുകളിൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് നടക്കുന്നു. ഹൈ റൈസ് ബിൽഡിങ്സ്, വില്ല കോംപ്ലക്സ്, കംപ്ലീറ്റ് വയർ ഹൗസസ് വർക്ക്, എല്ലാ വർക്കുകളും എടുത്ത് ചെയ്യുന്നു. ടേൺ കീ പ്രൊജക്ട്സ് ആയിരിക്കും. എല്ലാം വർഷങ്ങളായിട്ട് ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈസൻസും അൺലിമിറ്റഡ് ലൈസൻസാണ്. അതുകൊണ്ട് ഹൈ റൈസ് ബിൽഡിങ്സും സ്പെഷ്യലി റാസക്കൈമ, മർജാൻ ഐലൻഡ് ബിൽഡിങ്ങുകൾ നടക്കുന്നു. 2002 സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി. ഏകദേശം 1600 ലേബേഴ്സ് ഈസ് വർക്കിംഗ്. പിന്നെ അബൌട്ട് 20-25 എൻജിനീയേഴ്സ് ആൻഡ് ഫോർമാൻ ഓൾസോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയിൽ. ഇപ്പം ഞാൻ ഏകദേശം 47 വർഷമായി ഏകദേശം ഞാൻ UAE-യിലായിട്ട്. 1977 വന്നതാണ്. ആദ്യകാലങ്ങളിൽ മുനിസിപ്പാലിറ്റി വേറെ ഒരു കമ്പനി നടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഈ അൽനീഫ കോൺട്രാക്റ്റിംഗ് 2002 സ്റ്റാർട്ട് ചെയ്തത്. ഭംഗിയായിട്ട് ഓടുന്നു. നമ്മുടെ മെയിൻ അൽനീഫ കോൺട്രാക്റ്റിൻ്റെ സ്പോൺസർ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള ആണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നല്ല രീതിയിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. അതിന് മുമ്പേ വേറെ മുനിസിപ്പാലിറ്റി കുറച്ച് നാളുണ്ടായിരുന്നു. അതിനു മുമ്പേ ഒരു അറബ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. അതും നിർത്തിയിട്ടാണ് ഈ കമ്പനി അൽനീഫ സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് ഓഫീസ് ഉമ്മൽകോയിലാണ്. എല്ലാം ഭംഗിയായി നടക്കുന്നു. ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഷാർജയിൽ അൽ സമൂസിൻ്റെ ഒരു 500 വില്ല പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് മർജാൻ ഐലൻഡിലുണ്ട്. പിന്നെ ഉമ്മൽകോയിനിൽ കുറച്ച് പണികൾ നടക്കുന്നു. ടോട്ടൽ അപ് ടു നിയർ അബൌട്ട് 1 ബില്യൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാർജയിൽ പ്രൊജക്റ്റ്
റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത വർക്ക് എബൌട്ട് 635 മില്യൺ ദിറാംസിൻ്റെ പ്രൊജക്റ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 കൊല്ലം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യണം. ഇതിനു മുമ്പേ അവിടെ ഒരു 185 വില്ല സ്റ്റാർട്ട് ചെയ്തു. അത് ഇൻ ടൈമിൽ വളരെ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ 504 വില്ല ഓടുന്നത്. കൂടാതെ മർജാൻ ഐലൻഡിൽ ഒരു G+10 ബിൽഡിങ് അവർക്ക് ഓടുന്നുണ്ട്. പിന്നെ ഉമ്മൽകോയിലിൽ പല പല സ്ഥലങ്ങളിലായിട്ട് 10 മില്യൺ, 15 മില്യൺ, 20 മില്യൺ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വേറെ ഓടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ പ്രൊജക്റ്റ്. ഇപ്പം പഴയ പോലെ ട്രൈയിങ് ടു ഗെറ്റ് മോർ ലേബേഴ്സ് ഫ്രം ഔട്ട്സൈഡ്, ബട്ട് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് നൗ. ഇപ്പോൾ നമ്മൾ ഈജിപ്ഷ്യയിൽ നിന്ന് ഏകദേശം ഒരു നിയർ അബൌട്ട് 100 ലേബേഴ്സിനെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ഓൾ ടുഗദർ ഒരു 1600-1700 ആൾക്കാർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കിംഗ്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞാൻ മിക്കവാറും എല്ലാ മാസവും അവസാനം ഒരു 5 ദിവസത്തെ 6 ദിവസത്തെ എനിക്ക് നാട്ടിൽ വരും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ നാട്ടിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ബിലിവേഴ്സ് ഹോസ്പിറ്റലുണ്ട്, അതിനടുത്തായിട്ട് വരും. വീട്ടുപേര് കോവൂർ ഹൗസ് എന്നാണ്. ഞാനിവിടെ ഒരു എല്ലാ മാസവും വന്ന് ഇവിടെ വരും. അവസാന 5-6 ദിവസം ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അവിടെയാണ്. അടുത്തറിയാവുന്ന ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. സെൻറ്റ് മേരീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസിൽ നമ്മോടൊപ്പമുള്ളത് കൊല്ലം ചെങ്കോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് PV ബിനു ആണ്. സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 മുതൽ കൊല്ലം ജില്ലയുടെ അതിർത്തി ഭാഗമായ ബോർഡറായിട്ടുള്ള ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. സെൻറ്റ് മേരീസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെൻറ്റ് മേരീസ് കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് സെൻറ്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. നമ്മുടെ കോളേജുകളിൽ വിവിധ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള BSc കാർഡിയാക് ടെക്നോളജി, അതേപോലെ തന്നെ BSc ഡയാലിസിസ്, BSc റേഡിയോളജി, അതേപോലെ BSc MLT, അതേപോലെ BSc നഴ്സിംഗ്, BSc ഒപ്റ്റോമെട്രി, അതേപോലെ തന്നെ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളായ BSc ഫോറൻസിക് സയൻസ്, MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, BBA ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ തൊഴിലവസരങ്ങളുള്ള കോഴ്സുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 650ഓളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഹോസ്റ്റലിലും അതേപോലെ ഡേ സ്കോളേഴ്സായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ PG കോഴ്സുകൾക്ക് MBA, അതേപോലെ MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഇതേപോലുള്ള കോഴ്സുകൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള അനേകം വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടാതെ തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ തന്നെ സെൻറ്റ് മേരീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ഒരു ഹോസ്പിറ്റൽ സമുച്ചയം നമുക്ക് തെങ്കാശി മധുര NHൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോളോ ഹോസ്പിറ്റലിനുമായി ചേർന്നുകൊണ്ടാണ് നമ്മുടെ ആ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഹെൽത്ത് സയൻസ് കോഴ്സുകളായിട്ടുള്ള BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് നമ്മളുടെ തന്നെ ഓൺ ഹോസ്പിറ്റലാണ് നമ്മൾ ട്രെയിനിങ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉള്ള കോഴ്സുകളാണ് റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന
ടീച്ചിങ് ഫാക്കൽറ്റി ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും വളരെ ഇന്ത്യക്കകത്തും പുറത്തും PhD അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. നമ്മളുടെ കോളേജിൽ നിന്ന് വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കി വരുന്നവർക്ക് നമ്മളുടെ കോളേജിൽ നിന്ന് തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതേപോലെ ഒരുപാട് വലിയ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, എബ്രോഡുള്ള ഒട്ടേറെ ഹോസ്പിറ്റലുകളായിട്ടൊക്കെ നമ്മൾ പ്ലേസ്മെൻറ്റ് സൗകര്യം ചെയ്തു വരുന്നു. സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ എന്നതിലുപരി സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ അവരെ പ്രാപ്തരാക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അടുത്ത ആഴ്ച മറ്റൊരു സെഗ്മെൻറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പൊന്നപ്പ അടതങ്കക്കുട്ടപ്പ തിരുവഞ്ചൂർക്കാവിൽ ഗജവീരന്മാർ 50. എന്റെ പൊന്നും ചെയ്യണ പുറത്തു പോയി പഠിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ ഓരോ ഏജൻസി കയറി ഇറങ്ങുമ്പോഴും എന്റെ അവസ്ഥ ഏതാ, ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. അതും പോരാഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ, എത്ര യൂണിവേഴ്സിറ്റികൾ, എത്ര കോഴ്സുകൾ. സത്യം സത്യം. അടുത്ത വട്ടം തന്നെയാണ് കൺഫ്യൂഷൻ തീർക്കണമേ. പിന്നെയും കൺഫ്യൂഷൻ ഞാൻ തീർത്തരാം. ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ. സ്റ്റഡി വിസ മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോൺ, പെർമനന്റ് റെസിഡൻസി, അങ്ങനെ ഓവർസീസ് യാത്രയ്ക്കുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഫ്ലൈ വേൾഡ്. ഇനി കൺഫ്യൂഷനേ വേണ്ട. ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു രജിസ്റ്റേർഡ് നഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. Happy Land Amusement Park, Tirunelveli. Wisdom Education Sharjah and Abu Dhabi offers BA, BBA, BCom, MA, MBA and MCom programs from Indira Gandhi National Open University, BA HR, BBA Digital Marketing and MBA programs from Manipal University, Jaipur, and BEd programs. For more details, contact Sharjah at 971-50-714-1325 or Abu Dhabi at 02-621-4474. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ റെൻ്റൽ കളക്ഷൻസ് ആണുള്ളത്. അപ്പം നമ്മളുടെ എല്ലാ ബ്രൈഡ്സിനും ചിലപ്പോൾ ഗോൾഡ് ജ്വല്ലറി എടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മളുടെ ഓർണമെൻറ്റ്സ് പോലും അവർക്ക് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ തവണയേ യൂസ് ഉള്ളൂ. അപ്പോൾ അത്രയും പോലും മണി വേസ്റ്റ് ചെയ്യണ്ട എന്ന് കരുതുന്ന ആൾക്കാർക്ക് നമ്മളുടെ റെൻ്റൽ കളക്ഷൻസും കൂടെ ഒന്ന് കാണാം. ഇത് കണ്ടോ, ആദ്യം തന്നെ ജിമുക്ക ഇല്ലാതെ ഒരു കല്യാണ പെണ്ണിനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ജിമുക്ക വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചോക്കർ നെക്ലേസ് വരുന്നുണ്ട്, ഇനി മിഡിലിൽ നിൽക്കുന്ന ഒരു നെക്ലേസ് വരുന്നുണ്ട്, ഒരു വലിയ ഷോ മാലയായിട്ട് വരുന്ന നല്ലൊരു ലോങ് ചെയിനും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്രയും വളയും കൂടെ വരുന്നുണ്ട്. കണ്ടോ, രണ്ട് കയ്യിലും ഉപയോഗിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാംഗിൾസും ഉണ്ട്. അപ്പം 6 ബാംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊരു കളക്ഷൻസിന് നമുക്ക് എല്ലാം കൂടെ വരുന്ന ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു
2900 റുപ്പീസ് മാത്രമാണ് വരുന്നത് ഇത്രയും സെറ്റിന്, ഫുൾ സെറ്റ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇമിറ്റേഷനായിട്ട് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓർണമെൻറ്റ്സ് കൊടുക്കുന്ന ഷോറൂംസ് വേറെ ഉണ്ട്. ബട്ട് അവരുടെ ഒന്നും ഓർണമെൻറ്റ്സിൽ ഈ പറയുന്ന ഒരു ഫിനിഷ് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെയധികം ക്ലാരിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ്. അതായത് പറക്കാട് ജുവൽസിൻ്റെ എന്താണോ ഓർണമെൻറ്റ്സ് അതിൽ വരുന്ന അതേ മെറ്റീരിയൽ തന്നെ വെച്ച്, റോ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്ന ഓർണമെൻറ്റ്സാണിത്. ഇത് നമ്മളുടെ പറക്കാട്ടിൻ്റെ എക്കണോമിക് കളക്ഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആണ്. പക്ഷേ ഞാൻ മറ്റൊരു സെറ്റും കൂടി ഒന്ന് പരിചയപ്പെടുത്തുവാണ്. കാരണം ഇത് നമുക്ക് നോർമലി വരുന്ന ഒരു പ്ലേറ്റിംഗ് മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു എക്കണോമിക് കളക്ഷൻ ഇത് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുണ്ട്, പറക്കാട് ജുവൽസിലുണ്ട്. ബട്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഇത് പറക്കാട്ട് ജുവൽസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് നമുക്കൊരിക്കലും റിയൽ ഗോൾഡ് പോലെ തന്നെ, അതായത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെയുള്ള കളക്ഷൻസ് നമുക്ക് ഒരിക്കലും മറ്റ് ഇമിറ്റേഷൻ ജ്വല്ലറിയിൽ നിന്നൊന്നും റെൻ്റ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനോ ആയിട്ട് കിട്ടുന്നതായിരിക്കില്ല. കാരണം ഇത് ഗോൾഡിൻ്റെ അതേ പെർഫെക്ഷൻ, അതേപോലെ തന്നെ ഗോൾഡാണ് ഇതിൽ ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിനെന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നത് വിത്ത് ജിമുക്ക അടക്കം വരുന്നത് നമുക്കൊരു 16,000 ആണ് വരുന്നത്. കാരണം പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാം, സാധാരണ ഇമിറ്റേഷൻ ജ്വല്ലറി പോലെയല്ല, അല്പം കൂടെ അതിന് റേറ്റ് കൂടുതലുണ്ട്. അല്പം കൂടെ എന്നല്ല, കാരണം ഇതിൽ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡാണ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇടാം. ഒരു കാരണവശാലും ആർക്കും ഇത് ഗോൾഡ് അല്ല എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. റെൻ്റ് ഔട്ട് ചെയ്യുന്ന ഈ ഒരു കളക്ഷൻ വേണമെങ്കിൽ അത് നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ ഒരു ഫുൾ സെറ്റ് കിട്ടുവാണ്. 16,000 മാത്രമേ അതിന് റെൻ്റിൽ വരുന്നുള്ളൂ. പിന്നെ ഇതും പറക്കാട്ടിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറയാം. സാധാരണ നോർമലി പ്ലേറ്റഡ് ആയിട്ട് കിട്ടുന്നതിന് വേറൊരു യെല്ലോ ഷെയ്ഡും പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ഒരു ഫിനിഷൊന്നും കാണില്ല, അതിനൊരു സ്റ്റിഫ്നെസ് കാണും. നമുക്ക് ഇടുമ്പോൾ ഒരിക്കലും സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കാണില്ല. പക്ഷേ ഇത് പറക്കാട് ജുവൽസിൻ്റെ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഫ്ലെക്സിബിളായിട്ട് വന്നിരിക്കുന്ന ഒരു 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്. നിങ്ങൾക്കിത് പ്യുവർ ഗോൾഡ് ജ്വല്ലറി ആണെന്ന് തന്നെ പറഞ്ഞ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നതാണെങ്കിലും നമുക്കൊരു 12,000 മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് ഒട്ടേറെ റെൻ്റൽ കളക്ഷൻസും കൂടെ കാണിക്കാം. പറക്കാട് ജുവൽസിൻ്റെ മറ്റ് വിശേഷങ്ങൾ അറിയുന്നതിനും കൂടുതൽ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനും വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജും കൂടെ റെഫർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് തീർച്ചയായിട്ടും സന്ദർശിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇന്ന് എന്നോടൊപ്പമുള്ളത് മിസ്റ്റർ ടോം ജോസഫ് ഫ്രം ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻസ്. നമസ്കാരം. ടോം സാറിൻ്റെ ബിസിനസ്സിനെ പറ്റി ഒരു 2-3 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാനിവിടെ ഒരു മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനിയാണ്. മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെയും കസ്റ്റമറുടെയും ഇടയിലുള്ള ഒരു മിഡിൽ ഏജൻസിയാണ്. ഇവിടുത്തെ ഫൈനാൻഷ്യൽ അക്രഡിറ്റേഷൻ പോളിസി പ്രകാരം ഞാൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിലധികമായിട്ട് നമുക്ക് 1000-ഓളം ക്ലയൻസും അതിൽ അധികമായിട്ട് പ്രേക്ഷകരുടെ വിശ്വാസവും എൻ്റെ ഈ സ്ഥാപനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലയൻസിൻ്റെ വിശ്വാസ്യതയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. വർഷങ്ങളായിട്ട് നമ്മൾ നല്ല സേവനവും നല്ല റെപ്യൂട്ടേഷനുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ, UK, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നെത്തുമ്പോൾ ഏതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ മോർട്ട്ഗേജ് ബിസിനസ്സിലോട്ടേക്ക് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ടീച്ചിങ്, IT, അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ, ഈ 3 ജോബും എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 2 സ്കില്ലുകൾ എന്ന് പറയുന്നത് അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ. ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയ 2 ക്വാളിറ്റീസാണ് അനാലിസിസും കമ്മ്യൂണിക്കേഷനും. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ, റിക്വയർമെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഞങ്ങൾ പറയുക. ആ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് അപഗ്രഥിച്ച് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ, അങ്ങനെ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, റൈറ്റ് ലോൺ ഫോർ ദ ക്ലയൻറ്റ് എന്നാണ്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിന് സ്യൂട്ടബിളായിട്ട് ഏറ്റവും
യുക്തമായ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് അതിന് പറ്റിയ ലെൻഡറെ കണ്ടുപിടിച്ച് ആ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോബിൻ്റെ ഒരു പ്രധാന എലമെൻറ്റ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങൾ, കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം പലപ്പോഴും പല ക്ലയൻസിനും കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാതെ, കൃത്യമായ ഒരു ഉപദേശം കിട്ടാതെ മറ്റ് പല പ്രോഡക്റ്റും ചൂസ് ചെയ്തിട്ട് പിന്നീട് അതൊരു അബദ്ധമായി പോയി എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനാലിസിസും കമ്മ്യൂണിക്കേഷനും 2 എലമെൻറ്റ്. IT സൈഡിലേക്ക് നോക്കിയാൽ ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ സ്കില്ല്, ഇത് നമ്മുടെ ഒരു CRM സോഫ്റ്റ്വെയറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോർഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഇത് അപഗ്രഥിക്കുന്നതും വിശകലനം ചെയ്യുന്നതും എല്ലാം സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ നോളജ് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഇനി ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള ലെൻഡേഴ്സ് ആൻഡ് ലെൻഡർ പ്രോഡക്ട്സ്, അതായത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെ നമ്മൾ അനലൈസ് ചെയ്താൽ അതിൻ്റെ ഒരു 30% തൊട്ട് 40% വരെ ഹെൽത്ത് വർക്കേഴ്സ് സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ പ്രൊഫഷണലും പറ്റുന്ന അവർക്ക് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും അത് ഇവർക്ക് കൊടുക്കാനും, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് ഒരു ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ആ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ 3 കരിയർ പാത്വേയിലുമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഗുണകരമായിട്ടുണ്ട്. ടോം സാർ നേരത്തെ പറഞ്ഞായിരുന്നു ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി എന്ന്. നമുക്ക് കൂടുതൽ വരുന്ന കേസസ് അല്ലെങ്കിൽ സിനാരിയോ ഏത് പ്രൊഫഷണൽ അണ്ടറിലാണ്? എൻ്റെ ക്ലയൻസിനെ എടുത്താൽ ഒരു 60% നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എങ്കിലും ഒരു 70% ക്ലയൻസ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളി കമ്മ്യൂണിറ്റിയിലെ ബഹുഭൂരിപക്ഷവും മൈഗ്രൻസ് ആണ്, അതായത് സ്കിൽഡ് മൈഗ്രൻസ് ആണ്. നമ്മൾ വെറുതെ ഒരു എംപ്ലോയ്മെൻറ്റ് വിസ വരുന്ന ആൾക്കാരല്ല, കുറച്ചുകൂടെ ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. സ്കിൽഡ് വർക്കിൽ വിസയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷനിൽ ഒരു കേസ് അല്ലെങ്കിൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ഇവിടുത്തെ ഒരു ക്ലയൻസിനെ എടുത്താൽ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ PR ഹോൾഡേഴ്സിനെ നമ്മൾ റെസിഡൻസ് അഥവാ നോർമൽ ക്ലയൻസ് എന്ന് വിളിക്കും. നമുക്ക് PR ഇല്ലാതെ ടെമ്പററി വിസ 481 അങ്ങനെ വിവിധ വിസകളുണ്ട്. ആ ഒരു ടെമ്പററി വിസയിൽ വരുന്നവരെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ വരുന്നവർക്കും, അതായത് PR ഹോൾഡേഴ്സിനും ഫോറിൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലെൻഡിങ്ങിൽ മാത്രമല്ല, ലെൻഡിങ്ങിലെ ക്രൈറ്റീരിയയും അവർക്കുള്ള ബെനിഫിറ്റും എന്താണെന്ന് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ PR ഹോൾഡേഴ്സാണ്, അവർക്ക് വ്യത്യസ്തങ്ങളായ സ്കീമുകളുണ്ട്, ഗ്രാൻറ്റുകളുണ്ട്, അതുപോലെ നമ്മുടെ ഹോം ഗ്യാരണ്ടി സ്കീമുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. പല മോർഗേജ് ബ്രോക്കിംഗ് ഫേമുകളും അവരുടെ ലോണിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് പ്രോസസ്സ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊരു ഫസ്റ്റ് ഹോം ബയറാണ്, ഒരു ഗ്രാൻറ്റിന് എലിജിബിൾ ആണെങ്കിൽ ആ ഗ്രാൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ തന്നെയാണ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് കുറേ കൂടെ ബെറ്റർ സർവീസും ബെറ്റർ സപ്പോർട്ടും ആസ് എ മോർഗേജ് ഫേം എന്ന നിലയിൽ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് പങ്കുവെക്കാനുണ്ടോ? ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഒരു കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും ആളുകൾക്ക് ശോഭിക്കാൻ പറ്റും. എനിക്ക് വിജയിക്കാമെങ്കിൽ ആർക്കും വിജയിക്കാം എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. So we are winding up our episode today. If you guys have any inquiries or any doubts about our schemes, please get in touch with Loan House Lending Solutions. Relationship over business. Iconic Investing. ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633 233 222.
Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. ഇവിടുത്തെ വേവ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് വേവ് പൂളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് വാട്ടർ റൈഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലാൻഡ് റൈഡ്സ് എൻജോയ് ചെയ്യുന്നവർക്കും ഇവിടെ ഒത്തിരി റൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ സുകന്യ ജയറാം. ഞങ്ങളെ കണിയാപുരത്ത് നിന്ന് ഒരു ഫാമിലിയാണോ? പരിചയപ്പെടുത്താമോ? ഇത് അമ്മയാണ്. ഇത് കുഞ്ഞമ്മ. ഓക്കെ. കുഞ്ഞമ്മ പേര്? കുഞ്ഞമ്മയുടെ പേര് ശിവകാമി. ശിവകാമി. ഇയാളുടെ? സുജ. അമ്മ? സ്വർണ്ണലത. അഭിമന്യു. അഭിമന്യു എത്രയിലാ? 7. ഏതിലൊക്കെ പോയി ഇപ്പോ? ഞാൻ കാറിൽ പോയി, 3Dയിൽ പോയി. തിരിഞ്ഞോ? പാമ്പിലും ഇതിലും പോയി. കാറിൽ പോയി, 3Dയിൽ പോയി, പിന്നെ ഗോസ്റ്റ് വില്ലയിലോ അതോ ജംഗിൾ സഫാരിയിലോ? ജംഗിൾ സഫാരി അതിലും പോയി. ഇഷ്ടപ്പെട്ടോ? പേടിയായോ? ചെറുതായിട്ട് പേടിച്ചുള്ളൂ അല്ലേ? ഇവിടെ വന്നിട്ടുണ്ടോ മുമ്പ്? ഇല്ല, വന്നിട്ടില്ല. ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ടുണ്ടോ? ചേട്ടനത് എത്രാമത്തെ പ്രാവശ്യം? 2ാമത്തെ പ്രാവശ്യം. സെക്കൻഡ് ടൈം ആണല്ലേ? അപ്പോൾ അന്ന് എല്ലാത്തിലും പോയിരുന്നോ? ഇല്ല, അന്ന് സ്കൂൾ ടൂറിൽ നിന്നാണ് വന്നത്. സ്കൂൾ ടൂറിലാണോ പോയത്? ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച്. ഇന്നിപ്പോൾ ഫാമിലിയുടെ കൂടെ അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ വേറെ വൈബ് അല്ലേ? ഓക്കെ ഓക്കെ. എല്ലാത്തിലും അമ്മ ഏതിലെങ്കിലും പോയി ചേർന്നോളൂ. ഏതിലെങ്കിലും പോയോ? ഇവിടെ എല്ലാത്തിലും പോയി. എങ്ങനെയുണ്ടായിരുന്നു? കോളായിരുന്നു. സിനിമയായിരുന്നു ഏറ്റവും കൊള്ളും. സിനിമ കൊള്ളം. പിടിച്ചു കുലുക്കി അല്ലേ? എന്തൊക്കെ കണ്ടെന്നിട്ട്? എല്ലാം കണ്ടു. പിന്നെ ഈ പിള്ളേരുടെ കൂടെ ഇതിനകത്തൊക്കെ പോയോ? എല്ലായിടത്തും പോയി. പേടിച്ചോ? പേടിച്ചിറങ്ങും. ഗോസ്റ്റിലൊക്കെ കണ്ട്, ഗോസ്റ്റിനെയൊക്കെ കണ്ട് ഫൈഡിയിൽ കയറിയതാണ് അമ്മ പേടിച്ചത്. ഫൈഡിയിൽ പേടിച്ചോ? ഫൈഡിയിൽ പേടിക്കാഎന്താ? അയ്യോ, പറയാൻ വയ്യ. പക്ഷെ കൊള്ളാം, അടിപൊളിയല്ലേ? ട്രക്കിങ്ങിനൊക്കെ വേണ്ടേ അല്ലേ? മുമ്പ് പോയിട്ടുണ്ടോ ഇതിനൊക്കെ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് ഹാപ്പി ലാൻഡിലാണ് ഇതൊക്കെ എക്സ്പീരിയൻസ്. ഇനിയും വരില്ലേ പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ? ഇനിയും ഒരുപാടുണ്ട്. അതിലൊക്കെ പോണ്ടേ? എല്ലാത്തിലും പോയോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വെറ്റ് ഗെയിംസിലൊക്കെ ഇനി പോകാതിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ചെറിയൊരു കുസൃതി ചോദ്യം അറിയാമെങ്കിൽ പറയാം, ട്രൈ ചെയ്യും. ഓക്കെ. കാല് പിടിക്കുന്നവരെ രക്ഷിക്കുന്നത് എന്താ? വെരി ഗുഡ്. ഇത്ര പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഗിഫ്റ്റ് തരാം. ഹാപ്പി ലാൻഡിന്റെ ഗിഫ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നേരുന്നു നല്ല ദിനങ്ങൾ. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പവേഡ് ബൈ. ഇനി കൺഫ്യൂഷനേ വേണ്ട. ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. സ്പോൺസർഡ് ബൈ ഐക്കോണിക് ഇൻവെസ്റ്റിംഗ്. Co-powered by Global Laboratories. Co-presents Wisdom Education, Sharjah and Abu Dhabi.